എറണാകുളത്ത് 40 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികൾ പിടിയിലായി. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. അഞ്ജന അനിൽകുമാർ നൽകും വിവരങ്ങൾ. അഞ്ജന, എപ്പോഴാണ് ഇവരെ പിടികൂടിയത്? 40 കിലോ കഞ്ചാവുമായിട്ടാണ് പിടിയിലായിരിക്കുന്നത്, അല്ലേ? സമീപകാലത്തുണ്ടായിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 37.49 കിലോഗ്രാം കഞ്ചാവാണ് ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിനികളിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശിനികളായ സോണിയ സുൽത്താന, അനിത ഖാത്തൂൺ എന്നിവരിൽ നിന്നുമാണ് ഇത്രയും വലിയൊരു കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഇവർ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ എത്തുകയും തുടർന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ പോലീസ് സംഘം പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 ട്രോളി ബാഗുകളിലായി 37.45 കിലോഗ്രാം കഞ്ചാവ് ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. ഇപ്പോൾ മഹസർ അടക്കമുള്ള നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. സമീപകാലത്ത് ഇത്രയും വലിയൊരു കഞ്ചാവ് വേട്ട ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2 യുവതികളാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. 21ഉം 30ഉം വയസ്സുള്ള 2 യുവതികളാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരെ അല്പസമയത്തിനകം തന്നെ സൗത്ത് RPF സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. വിശദമായി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവർ ഇടനിലക്കാരായി പ്രവർത്തിച്ചു വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ആർക്ക് വേണ്ടിയാണ് ഇത്രയും വലിയൊരു കിലോ കഞ്ചാവ് കൊണ്ടുവന്നത് എന്ന ചോദ്യമുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. RPF സംഘവും എറണാകുളം റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ 37 കിലോ കഞ്ചാവ് ഇന്ന് രാവിലെ പിടിച്ചെടുത്തത്. ശ്രുതി, 40 കിലോ അല്ല, 37 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. 2 ബംഗാൾ സ്വദേശിനികളാണ് പിടിയിലായിരിക്കുന്നത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്.